കോൺക്രീറ്റ് പാളി അടർന്നു വീണ് രോഗിയുടെ കൂട്ടിരിപ്പുകാരിക്ക് പരിക്കേറ്റ സംഭവം നടന്ന തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ OP പ്രവർത്തിച്ചിരുന്നത് പഴയ കെട്ടിടത്തിൽ. കാലപ്പഴക്കം ചെന്ന പൊളിക്കാനിരുന്ന കെട്ടിടത്തിലാണ് നൂറുകണക്കിന് രോഗികൾ ഓരോ ദിവസവും എത്തുന്നത്. പുതിയ കെട്ടിടത്തിന്റെ പണികൾ പൂർത്തിയായെങ്കിലും ഇതുവരെ ഉദ്ഘാടനം നടന്നിട്ടില്ല. എക്സ്റേ മെഷീൻ പ്രവർത്തനരഹിതമായിട്ട് 3 മാസമായി. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം രോഗിയുടെ കൂടെ എത്തിയ 21 വയസ്സുകാരിക്ക് കോൺക്രീറ്റ് പാളി ഇളകി വീണ് പരിക്ക് പറ്റിയത് ഈ തൊട്ടു പിന്നിലായി കാണുന്ന PMR OP പ്രവർത്തിക്കുന്ന ബിൽഡിങ്ങിലാണ്. ഈ ബിൽഡിങ്ങിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ബിൽഡിങ്ങിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് തന്നെ കോൺക്രീറ്റ് പാളി അടർന്നു വീണിരിക്കുകയാണ്. അവിടെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഈ കെട്ടിടത്തിൻ്റെ കാലപ്പഴക്കം വ്യക്തമാക്കുന്നതാണ് ഇവിടെ തന്നെയുള്ള ഈ ഒരു ഇതെന്ന് പറയുന്നത്. കാരണം ഇതിൻ്റെ ഈ ഇളകി വീണ കോൺക്രീറ്റ് പാളിക്കുള്ളിലുള്ള കമ്പികളെല്ലാം തന്നെ പൂർണ്ണമായും തുരുമ്പെടുത്ത് നശിച്ച അവസ്ഥയിലാണുള്ളത്. ഇവിടെ നിന്ന് അകത്തേക്ക് കയറി കഴിഞ്ഞാലാണ് ഈ PMR OP എന്ന് പറയുന്നത്. ആ OPയിലാണ് കഴിഞ്ഞ ദിവസം നൗഫിയ എന്ന് പറയുന്ന 21 വയസ്സുകാരിക്ക് മുത്തശ്ശൻ്റെ കൂടെ എത്തിയപ്പോൾ കോൺക്രീറ്റ് പാളി ഇളകി വീണ് കൈക്കും മുതുകിനും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇന്നലെയാണ് ഈ ഒരു അപകടമുണ്ടായത്. അപകടം നടന്നിട്ട് ഏകദേശം 24 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. ഈ അടർന്നു വീണ കോൺക്രീറ്റ് പാളികൾ ഇവിടെ നിന്ന് മാറ്റുന്നതിന് പോലും ഈ ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ല. മാറ്റുന്നത് മാത്രമല്ല അവിടെ അറ്റകുറ്റപ്പണികൾ സ്വീകരിക്കുന്നതിന് പോലും ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നുള്ളൊരു കാര്യം ഇതിൽ നിന്ന് വ്യക്തമാണ്. നമുക്ക് ഈ കെട്ടിടത്തിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചാൽ തന്നെ ഇതിൻ്റെ കാലപ്പഴക്കം വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് മുഴുവനുമുള്ളത്. ഇടുങ്ങി വീണ കഴിഞ്ഞ ദിവസം അപകടമുണ്ടായ കോൺക്രീറ്റ് പാളികൾ മാത്രമല്ല, ഇനിയും കുളുങ്ങി താഴേക്ക് വീഴാറായിരിക്കുന്ന പലതരത്തിലുള്ള കോൺക്രീറ്റ് പാളികൾ അടർന്നു നിൽക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കും. ഇവിടെയാണ് കഴിഞ്ഞ ദിവസം ശാന്തിഗിരി സ്വദേശിയായിട്ടുള്ള ഫസലുദ്ദീനുമായി ചെറുമകൾ നൗഫിയ നടുവേദനയുടെ ചികിത്സയ്ക്കായി എത്തിയത്. ഈ കസേരയിൽ ഇരിക്കുന്ന സമയത്താണ് തൊട്ടു മുകളിലായി ഉണ്ടായിരുന്ന കോൺക്രീറ്റ് പാളി ഇളകി നൗഫിയുടെ മുകളിലേക്ക് വീഴുന്ന സാഹചര്യം ഉണ്ടായത്. കുട്ടിയുടെ കൈക്ക് സാരമായി തന്നെ പരിക്കേറ്റിരുന്നു. പക്ഷേ ആ സമയത്ത് ആ കുട്ടിക്ക് അടിയന്തര ചികിത്സ നൽകുന്നതിനുള്ള സൗകര്യങ്ങൾ പോലും ഈ ജില്ലാ ആശുപത്രിയിൽ ഇല്ലായിരുന്നു എന്നുള്ള ഒരു കാര്യമാണ് എടുത്തു പറയേണ്ടത്. കാരണം എന്ന് വെച്ചാൽ നൗഫിയുടെ കൈക്ക് പൊട്ടലുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കുന്നതിന് വേണ്ടി എക്സ്റേ മെഷീൻ പോലും ഈ ആശുപത്രിയിൽ പ്രവർത്തനരഹിതമായിരുന്നു. അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ഇവിടെയുള്ള ജീവനക്കാരോട് തന്നെ ചോദിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് കഴിഞ്ഞ 3 മാസമായി ഈ ആശുപത്രിയിൽ എക്സ്റേ മെഷീൻ പ്രവർത്തനരഹിതമാണ് എന്നുള്ളൊരു കാര്യമാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും ആ കുട്ടിയെ പുറത്തു കൊണ്ട് എക്സ്റേ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചിലവ് ആശുപത്രി അധികൃതർ നോക്കി എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഒരു ആശ്വാസകരമായ കാര്യം. പക്ഷേ ഒട്ടും ആശ്വാസകരമല്ലാത്ത കാര്യം എന്ന് പറയുന്നത് ഈ കെട്ടിടത്തിന്റെ കാലപ്പഴക്കം ഇത്രയും ഉണ്ടായിട്ട് പുതിയൊരു കെട്ടിടം പോലും ഇതിൻ്റെ അടുത്ത് പണി തീർന്ന് കിടക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടനം മാത്രമാണ് നടക്കാനുള്ളത്. അങ്ങനെയിരിക്കെ അതായത് ഒരു പുതിയ കെട്ടിടം തൊട്ടടുത്ത് തന്നെ പണികൾ പൂർത്തിയായി കിടന്നിട്ടും ഈ കാലപ്പഴക്കം ചെന്ന കെട്ടിടത്തിലാണ് ഈ OP ഇത്രയും കാലം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു വിഷമമുള്ള കാര്യം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ സാധാരണഗതിയിൽ ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ മുമ്പ് തന്നെ ഇവിടെ നിന്ന് OP മാറ്റിയെന്നൊക്കെയുള്ള അല്ലെങ്കിൽ ഈ കെട്ടിടം മുമ്പ് മുതൽ തന്നെ പ്രവർത്തനരഹിതമാണെന്നൊക്കെ അധികൃതർ വാദം ഉന്നയിക്കാറുണ്ട്. അത് ഇവിടെ സാധിക്കില്ല. കാരണം കഴിഞ്ഞ ദിവസം അപകടം നടന്നത് 2/10/2025 അന്ന് മുതൽ മാത്രമാണ് ഈ PMR OP ഇവിടെ നിന്ന് മാറ്റി സ്കിൻ OPയിലേക്ക് മാറ്റിയിരിക്കുന്നത്. അതായത് ഒരു അപകടം നടക്കേണ്ടി വന്നു ഇവിടെ നിന്ന് ഈ OP പോലും മാറ്റുന്നതിന് വേണ്ടി. കോട്ടയത്തുണ്ടായ അതേ കാര്യം തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. കാരണം കാലപ്പഴക്കം ചെന്നിരിക്കുന്ന ഒരു കെട്ടിടം, പൊളിക്കാറായിട്ടിരിക്കുന്ന കെട്ടിടം, അവിടെയാണ് ഈ OP പ്രവർത്തിച്ചിരിക്കുന്നത്. തൊട്ട് മുന്നിലായി ഈ ആശുപത്രിയിലേക്ക് കയറുന്ന ഭാഗത്ത് തന്നെ ഒരു പുതിയ കെട്ടിടം പണി തീർന്ന് കിടന്നിട്ട് പോലും അതിൻ്റെ ഉദ്ഘാടനം നടത്താനോ അങ്ങോട്ടേക്ക് അടിയന്തര സേവനങ്ങൾ മാറ്റാനോ ഉള്ള ഒരു കാര്യം പോലും ഇതുവരെ അധികൃതരുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. നെല്ലൈ മുരുകനൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.